Hello, good morning. Good morning, ma'am. Good morning, Good miss. morning, miss. Good morning. Good morning, miss. Good morning, ma'am. Good morning, good morning. Okay. ഇന്നലെ അല്ലേ അതെന്താന്ന് അറിയട്ടെ കഴിഞ്ഞ വീക്കില് മിൽറോസ് ടീച്ചറുടെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ടീച്ചർക്ക് ക്ലാസ് വേണമായിരുന്നു ഇത് ഏത് മോഡ്യൂൾ ഇവിടെ കിടക്കുന്നത് അപ്പൊ ടീച്ചർക്ക് അത് വേണമായിരുന്നു ക്ലാസ് അപ്പൊ അതുകൊണ്ടേ ഞാൻ ടീച്ചർക്ക് അത് തിരിച്ചു കൊടുത്തതാ ടീച്ചർക്ക് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ശരി ഓക്കെ ശരി സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാണ്ടോ പ്രസന്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ വരാതെ ഞാൻ ലീവായിരുന്നില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ടീച്ചർക്ക് ആ ക്ലാസ് ഇനി എന്തെങ്കിലും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് പുള്ളിക്കാരിക്ക് ലീവ് എടുക്കേണ്ടി വന്നാന്ന് വെച്ചാൽ മദറിലോക്ക് വയ്യാതെ നടക്കുക അപ്പൊ പെട്ടെന്ന് മാറി ഇങ്ങനെ എടുക്കേണ്ടി വന്നാൽ ഇനിയും ആ ക്ലാസ് അവിടെ കുറെ മിസ്സാകുമല്ലോ അതുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ഈ മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ എന്താ പറയാ അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി അടുത്ത ടീച്ചേഴ്സ് എടുത്തോളൂ എന്ന് പറഞ്ഞു കാരണം വേറെ ചാപ്റ്റർ ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് വേഗം തീർക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മെഡിക്കൽ ടെർമിനോളജി ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിക്കൽ ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആൻഡ് അത്തരം മെഡിക്കൽ ടേംസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്താ പറയാ ഈ അബ്രീവിയേഷൻസ് സോറി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണല്ലേ സോറി ഞാനേ വിചാരിച്ചു സോറി അതാണ് ഇവിടെ എന്താ പറയാ തേർഡ് മോഡ്യൂൾ കിടന്നിരുന്നത് വെരി ഗുഡ് പറഞ്ഞത് നന്നായിട്ടോ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കാം Oh my God. സോറി വിചാരിക്കരുത് ഞാൻ 21 ആയിപ്പോയി പെട്ടെന്ന് എനിക്ക് ആ ക്ലാസ്സിൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നു ടെൻഷനായ പിന്നെ എല്ലാം കഴിയുന്നു മീൻസ് ക്ലാസ് ശരി 3 മൊഡ്യൂൾ 3 ഒന്നാ നോക്കട്ടെ ഇല്ലല്ലോ എവിടെ വരെ എടുത്തു നമ്മളുടെ മറ്റേ ബോക്സ് അല്ലേ അത് ഇത് മാറിപ്പോയിട്ടില്ല അല്ലേ റോള്
റോൾസിന്റെ ബോക്സ് വരെയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. റോൾസ് ഒക്കെ വായിച്ചു നോക്കിയോ? പഠിച്ചോ? റോളുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം റോൾസ് നമ്മളോട് എന്താ പറയാ, ഓരോ റോള് ഇപ്പൊ ക്ലിനിക്കൽ റോൾസിൽ വരുന്നത് ഏതാ, വെൽഫെയർ റോൾസിൽ വരുന്നത് ഏതാ എന്നൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വേറെ മുറികളായി പോയല്ലോ. ഫോർത്ത് മുറികളാന്ന് തോന്നുന്നു. നമ്മുടെ സിസ്റ്റത്തില് ശരിയായ രീതിയിലല്ല അത് കിടക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്ലോ ആണ് സിസ്റ്റം. പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടോ? ഒന്ന് പറയോ? പ്രസന്റേഷൻ ശരിയല്ലല്ലോ, അല്ലല്ലോ ചാപ്റ്റർ. ശരിയാ, കിട്ടി. അപ്പൊ ഇത് വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? ഓക്കെ, യെസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡിഫറെന്റ് റോൾസ് ഓഫ് പേഴ്സണൽ മാനേജറിന്റെ കുറെ റോളുകളൊക്കെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് ഏതൊക്കെ റോളുകളാണ്? പേഴ്സണൽ റോൾ, ദാറ്റ് മീൻസ് തൊഴിൽപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആള് ചെയ്യേണ്ടത്, അതായത് ആ ജോലി ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ, ഒരു റിവൈസ്ഡ് ഫോം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ടെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ മാൻ മെഷീൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് മെഷീനുമായിട്ട് നേരിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നേരിട്ട് പങ്കാളികളാകുന്ന ജോലിക്കാരെ മാത്രം മാനേജ് ചെയ്താൽ മതിയായിരുന്നു. കാരണം അവിടെയാണ് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട്. അത് പണ്ടത്തെ ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ആളുകൾ എങ്ങനെ ജോലി ചെയ്യുന്നു, അവര് മാക്സിമം അവരുടെ ടൈം യൂസ് ചെയ്ത് അവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, ഓർഗനൈസേഷനിൽ കുറെ ആൾക്കാർക്ക് ജോലി കൊടുത്തു, ആ ജോലികള് ചില ആൾക്കാരൊക്കെ കൃത്യമായിട്ട് വളരെ കമ്മിറ്റ്മെന്റോടുകൂടി അവരുടെ മാക്സിമം ടൈം എടുത്ത് അവർ ചെയ്യുന്നു, ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ജോലി ചെയ്യുന്നു. ഒരു വിഭാഗം ആളുകൾ വെറുതെ കുറെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൂടി നിന്നിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഐഡിയലായിട്ട് എന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത പാഴാക്കി സമയം കളഞ്ഞിട്ടൊക്കെ ചെയ്തും ജോലി ചെയ്യുന്നുണ്ട്. അവർക്കും സാലറി കൊടുക്കാനും വേജസ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഇഫക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗനൈസേഷന് കുറെ ആൾക്കാർ വെറുതെ അവരെ മാക്സിമം അവർക്ക് ടൈം യൂസ് ചെയ്ത് ജോലി ചെയ്യാതെ പേയ്മെന്റ് കൊടുക്കുന്നതും, കുറെ ഒരു വിഭാഗം നന്നായി അവർ കമ്മിറ്റ്മെന്റോടുകൂടി അവരുടെ മാക്സിമം ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് അവര് ജോലി ചെയ്യുമ്പോഴും ആ പേയ്മെന്റ് കൊടുക്കുന്നതിൽ കുറേയൊക്കെ വെറുതെ പാഴ്ചെലവായി മാറും. കണ്ടോ, അത് കോസ്റ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആയിട്ട് നമുക്കവിടെ ചെലവാക്കുന്ന ആ കാര്യത്തിന് നമുക്ക് എന്താ പറയാ, ഒരു ഇത് നമ്മുടെ ബെനിഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ആയിരുന്നു പണ്ട് ചെയ്തിരുന്നത്. പക്ഷെ ആ പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്ന് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂ കോൺസെപ്റ്റിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാറിയിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു റിവൈസ്ഡ് ഫോം, അല്ലെങ്കിൽ ഒരു പ്രോസസ്ഡ് ഫോം, അല്ലെങ്കിൽ ഒരു ന്യൂ കോൺസെപ്റ്റ് ഫോം ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഈ പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ മാനേജർക്ക് എന്താ പറയാ, എന്തൊക്കെ റോളുകളാണ് വഹിക്കുന്നത്, അതായത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു അഡ്വൈസറി, ഒരു മാനേജ്മെന്റ്, അതായത് ഹൗ ടു ഇഫക്റ്റീവ്ലി യൂസ് ഹ്യൂമൻ റിസോഴ്സ്, എങ്ങനെ നമുക്ക് മാക്സിമം ഹ്യൂമൻ റിസോഴ്സുകളെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, സെലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പേഴ്സണൽ റോളിൽ വരിക. വെൽഫെയർ റോളിലും വെൽഫെയറിന് വേണ്ടി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള റോള് അതുകൊണ്ട്. പിന്നെ എന്താ ക്ലറിക്കൽ റോള്, അതായത് അവരുടെ എംപ്ലോയീസ് വരുന്നതും പോകുന്നതൊക്കെ അവരുടെ ടൈം കീപ്പ് ചെയ്യാൻ,
ഇപ്പൊക്കെ പഞ്ചിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ചെയ്തിരുന്നത്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാലഘട്ടത്തിലൊക്കെ വലിയ റെക്കോർഡ് ബുക്ക് എടുത്ത് വെക്കും, വരുന്ന സമയം പോകുന്ന സമയം അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കും അല്ലെ. ഇന്നതൊക്കെ മാറി ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് പഞ്ചിങ് ഉണ്ട്, അവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പഞ്ച് ചെയ്യുക അല്ലെ. അപ്പൊ ടൈമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, ലേറ്റ് കമേഴ്സ് ഉണ്ട്, ഏർലി ഗോയേഴ്സ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. ആ റോളില് എന്താ പറയാ പല രീതിയിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻസ് അറൗണ്ട് വർക്കേഴ്സ്, ജോലിക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന തൃപ്തിക്കുറവ്, തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് ചൂട് പിടിച്ചതാണല്ലോ. അപ്പൊ അതിനെ ഫൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മുടെ പേഴ്സണൽ മാനേജർ ആണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരെയൊക്കെ വെൽ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ പെട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ റോള് തന്നിട്ട് ചിലപ്പോ ഇത് ക്ലറിക്കൽ റോള് വരുന്നത് ഏതാ, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ വരുന്നത് ഏതാ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. പ്രധാനമായിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താ പറയാ, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് കുറെ പ്രോസസ്സുകളാണ് കേട്ടോ. ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. ഇങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന പ്രോസസ്സുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഈ പറയുന്ന ഓരോ പ്രോസസ്സും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ എന്താ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ to influence the individual and group behavior towards the achievement of organizational objectives. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എന്താ പറയാ ലക്ഷ്യമുണ്ട്, ലക്ഷ്യമല്ല ലക്ഷ്യങ്ങളുണ്ട്. ഒരൊക്കെ ലക്ഷ്യമല്ല, ഒരുപാട് ലക്ഷ്യങ്ങളും ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ഓരോ ബിസിനസ്മാനും ഉണ്ടായിരിക്കും. എന്റെ ബിസിനസ് എന്തൊക്കെയാണ്? എന്റെ ബിസിനസ് ലക്ഷ്യം മാക്സിമം പ്രോഫിറ്റ് തരണം, മറ്റെന്ത് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും ഒരു ഗുഡ് വിൽ, ഒരു എന്താ പറയാ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു സൽപ്പേര് എനിക്ക് കിട്ടണം അല്ലെ, മാക്സിമം ആളുകൾക്ക് ജോലി കൊടുക്കണം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഓരോ ഓർഗനൈസേഷനും. അപ്പൊ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും ആ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റണം. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ when I am a leader, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ഒരു ലീഡർ ആണെങ്കിൽ when we are doing some job in an organization, ഒരു ഓർഗനൈസേഷൻ നമ്മൾ ജോലി ചെയ്യുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് എല്ലാ എംപ്ലോയീസും കൂടി ചേർന്ന്, അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ കൂടി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ ഓർഗനൈസേഷനാണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് നമ്മുടെ കൂടി വളർച്ചയാണ്, വികസനമാണ്, അവരുടെ ലക്ഷ്യം നമ്മുടെ കൂടി ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും മറ്റുള്ളവരെ ഇൻഡിവിജ്വൽ ആയിട്ടും എല്ലാ എംപ്ലോയീസിനെയും ഗ്രൂപ്പായിട്ടും ഒക്കെ സ്വാധീനിക്കാനും പറ്റണം. അതാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർ ആരാ? ഈസ് എ ലീഡർ who leads some group അല്ലെ. കുറച്ച് ആളുകളെ ലീഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുക. ഓർഗനൈസേഷനിലും ഉണ്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡേഴ്സ് ഉണ്ടെങ്കിലും സ്വയം നമുക്ക് ലീഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഞാൻ അതെ ഇത് എന്റെ ഓർഗനൈസേഷൻ ആണ്, നമ്മളെല്ലാവരും ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഓരോ കാര്യവും ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യം അതെനിക്കുണ്ടെങ്കിൽ I should also influence my group or my team workers. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഞാൻ അതിന് ഇൻഫ്ലുവൻസ് ആക്കണം. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് വിച്ച് ലീഡ്സ് ടു ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ ലീഡർഷിപ്പ് പ്രോസസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോൾസ് വിജയത്തിലേക്ക് എത്തിക്കാനും ഗോൾസ് നേടിയെടുക്കാനും ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പിനെയൊക്കെ സ്വാധീനിക്കാനും ലീഡർഷിപ്പ് പ്രോസസ് വേണം. അതാർക്കുണ്ടാവണം? പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. വേണ്ടേ? തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ഒരാള് അത് ആ ലീഡർഷിപ്പ് പ്രോസസ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ലീഡർഷിപ്പ് നയിക്കാനുള്ള ആളായിരിക്കണം. കാരണം ഞാൻ നന്നായാണ് എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് മനസ്സിലായോ? ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പ് ബിഹേവിയറിനെയും ഒക്കെ ഒരുമിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന് വേണ്ടി എന്ത് ചെയ്യാ? പോരാടുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ്. അതൊരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ എല്ലാ പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഇനി അന്നേരം പറയേണ്ട ആവശ്യമില്ല. ഓരോ പ്രോസസ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സെക്കൻഡ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ഇനിയും പേഴ്സണൽ മാനേജ്മെന്റില് മറ്റൊരു പ്രോസസ്സാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. എന്താ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? നീതി, ന്യായം. ആ വാക്കിന്റെ അർത്ഥം അവിടെ ഇവിടെ തന്നെയാണ്. ഇവിടെയും അന്യായം കാണിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ? അനീതി കാണിക്കാൻ പാടില്ല. ഈക്വൽ ട്രീറ്റ്മെന്റ്, എല്ലാവരെയും ഒരുപോലെ കാണണം.
while the personal management, ഈ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അങ്ങനെയാണെങ്കിൽ while managing they have to give equal importance and equal treatment to each and every individuals. എല്ലാവർക്കും ഒരുപോലെ അവരെ കൺസിഡർ ചെയ്യണം. ആരോടും ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം. പിന്നെ അതൊരു സ്ത്രീ തൊഴിലാളിയാണ്, ഇതൊരു പുരുഷൻ തൊഴിലാളിയാണ്, അതുകൊണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള ന്യായം പറയുക, അത് പാടില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് നിൽക്കുക. ആഫ്റ്റർ ഓൾ ദേ ആർ എംപ്ലോയീസ്. അവിടെ ആണ് പെണ്ണുങ്ങളുടെ വ്യത്യാസമല്ല, എല്ലാവരും എംപ്ലോയീസ് ആണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടായി ഓർഗനൈസേഷനിൽ, അപ്പൊ നമ്മുടെ ആണുങ്ങൾക്ക് ഒരു നിയമം, ആണുങ്ങളായതുകൊണ്ട് അവരെ അങ്ങനെ പരിഗണിച്ചു, പെണ്ണുങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ പരിഗണന. ഓക്കെ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അതൊന്നും പാടില്ല. ജസ്റ്റിസ് ആൻഡ് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം എല്ലാവരോടും കാണിക്കേണ്ടത്. ആരോടും യാതൊരു രീതിയിലുള്ള വിവേചനവും പാടില്ല. ഇൻക്ലൂഡിങ് എന്താ പറയാ കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിലാണ്. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ജോലിയുടെ കൂലി. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇതാണ്, ആ പൊസിഷനിൽ അതേ പൊസിഷനിൽ വേറെ ആളും അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഈക്വൽ കോമ്പൻസേഷൻ, ഫെയർ കോമ്പൻസേഷൻ. ഏറ്റവും എന്താ പറയാ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവർക്ക് ഇത്രയും കോമ്പൻസേഷൻ കൊടുത്താൽ മതി, അങ്ങനെയല്ല. അത് ഒരു നല്ലൊരു പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രോസസ്സിംഗിൽ വരില്ല. ക്ലിയർ ആയോ? സോ ദേ ഹാവ് ടു കൺസിഡർ ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഈക്വൽ കോമ്പൻസേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. അതാണ് എന്തില് ജസ്റ്റിസ്. ആ വാക്കിന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നീതിയുടെ ഒരു എന്താ പറയാ ഡിറ്റർമിനേഷന്റെ കാര്യത്തില് എല്ലാ പേഴ്സണൽ മാനേജ്മെന്റും എങ്ങനെയായിരിക്കണം? നീതിയുള്ളവരായിരിക്കണം, ന്യായമുള്ളവരായിരിക്കണം, ഫെയർ ആയിരിക്കണം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ഓക്കെ, സെക്കൻഡ് വൺ മനസ്സിലായോ? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. സമയം പോയി, നമ്മുടെ ചാപ്റ്റർ മാറി, ഇത് ശരിയാക്കാൻ സമയം പോയി. ക്ലിയർ ആണോ? രണ്ടാമത്തെ മനസ്സിലാകാത്തവരുണ്ടോ? പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യോ? ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ആണ് അടുത്തത്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ. സി എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ? സി while we are providing any job to any particular workers or employees, it should be according to the specification or specialization of that particular individual. നമ്മളൊരു ജോലി ആളുകൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ആൾക്ക് പറ്റാവുന്ന ജോലി, ഡിവിഷൻ ഓഫ് വർക്ക്, അതങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന ആൾക്ക് ഇന്ന ജോലി, അവർക്ക് അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷനോ അവരുടെ കഴിവിനോ അനുസരിച്ച്, അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാം കൂടി ഒരാളിലേക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നതിനേക്കാൾ ഭേദം എന്ത് ചെയ്യുക, അത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ജോലികളായിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈസിലി ആൻഡ് ഇഫക്റ്റീവ്ലി ആൻഡ് ഓൾസോ അക്യുറേറ്റ്ലി ദാറ്റ് ജോബ് വിൽ ബി ഡൺ. വളരെ നല്ല കൃത്യതയോടെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ അത് ചെയ്തു കൊടുക്കും. അല്ലെ, എല്ലാം കൂടി ഒരാളില് ഇതെല്ലാം നീ തന്നെ ചെയ്താൽ മതി, ഒരുപാട് വർക്കിലൂടെ ഒരാളിൽ തന്നെ ഇങ്ങനെ കൊടുക്കാണ്ട് അത് ഡിവൈഡ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ ചെയ്യാൻ നീ പെർഫെക്റ്റ് ആണ്. സോ to be given to them, അവർക്ക് കൊടുക്കുക. അങ്ങനെ ആ ടോട്ടൽ ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഗ്രൂപ്പിന് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് വിളിക്കുക. വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ടാസ്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ജോബ്. വ്യക്തികളിലേക്ക് വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കിനെ ഇൻഡിവിജ്വൽസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. മനസ്സിലായ? മൂന്നാമത്തെ ലീഡർഷിപ്പ്, അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അത് ലീഡർഷിപ്പ്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ, ഈക്വൽ ട്രീറ്റ്മെന്റ്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഫെയർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്സിൽ കൺസിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. വലിയ ടാസ്കിനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് ജോബായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? മൂന്നാമത്തെയും സിമ്പിൾ ആണ്, വേർഡിങ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാഫിംഗ് പ്രോസസ് ആണ് അടുത്തത്. ഓക്കെ, സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരാള് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു വേക്കൻസിയിൽ അവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അല്ലെ? അപ്പൊ അതിനകത്ത് എന്താ പറയാ, സ്റ്റാഫിങ്ങിനകത്ത് വരുന്ന കാര്യമാണ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻസ്. എന്താ പറയാ, നമുക്കൊരു പുതിയ ആളെ ജോലിക്ക് എടുക്കണം.
ഓക്കെ, അതന്നെ സ്റ്റാഫിനെ നിയമിക്കുക. അതായത് നമുക്ക് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആപ്ലിക്കേഷൻസ് സ്വീകരിക്കണം, ആപ്ലിക്കേഷൻസ് അസസ് ചെയ്യണം, അതിന് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കണം. ആപ്ലിക്കേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്ത് നോക്കി, അനലൈസ് ചെയ്ത് നോക്കി ഇതിൽ ആരെയൊക്കെ നമുക്ക് എടുക്കാം. ഇതിന് ഈ ഉള്ള കണ്ട ആപ്ലിക്കേഷൻ മുഴുവൻ എടുത്തിട്ട് ആ ആപ്ലിക്കേഷൻസ് തന്നവരെ എല്ലാവരെയും ഇന്റർവ്യൂവിന് വിളിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആപ്ലിക്കേഷൻസ് തന്നവരെ എല്ലാവരെയും ഇന്റർവ്യൂവിന് വിളിക്കാറുണ്ടോ? ഇല്ല. ആപ്ലിക്കേഷൻസിൽ നിന്ന് they will select. എന്ത് ചെയ്യണം? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റുകാർ എന്ത് ചെയ്യും? അതിന് കുറെ എണ്ണം സെലക്ട് ചെയ്യും, കുറെ റിജക്ട് ചെയ്യും, അല്ലെ, മാറ്റും. അത് മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അവർ അനലൈസ് ചെയ്ത് നോക്കും. then they make some employment decisions. അതിനുശേഷം ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എന്ന് വെച്ചാൽ അവർക്ക് എത്ര സാലറി കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങളിലേക്ക് വരും. അതിനുശേഷം ഇൻഡക്ഷൻ ആണ്, ദാറ്റ് മീൻസ് അപ്പോയിന്റിംഗ് ആണ്. പിന്നെ അവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ചില അറേഞ്ച്മെന്റുകൾ ഏത് പൊസിഷനിലേക്കാണ് ഇടേണ്ടത്, പിന്നെ അവരുമായി ബന്ധപ്പെട്ട് വല്ല ട്രാൻസ്ഫറോ പ്രൊമോഷനോ അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആയ ഡിമോഷനോ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനക്കയറ്റം, അതുപോലെ തട്ടി താഴോട്ടും ഇടാറുണ്ട്. സ്ഥാനത്ത് നിന്ന് നേരത്തെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറച്ച് താഴേക്കും ഇടാറുണ്ട്. ഡിമോഷൻ എന്റെ ഓപ്പോസിറ്റ് ആണ്, പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള അപ്പൊ ഇതെല്ലാം കൂടി എന്താ പറയാ ഡെവലപ്പ് ചെയ്യുക. മാൻ പവറിനെ കുറിച്ച് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ് വിളിക്കുക. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എത്തുമ്പോഴേക്കും ഒരുപാട് പ്രൊസീജിയർ അതിന്റെ പിന്നാലെ ഉണ്ട്. അതായത് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് നമ്മൾ വിചാരിക്കും ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന്. അല്ല, നമ്മള് വേക്കൻസി ഉണ്ടെന്ന് ആളുകളെ അറിയിക്കണം, ആളുകൾ അത് കണ്ടിട്ട് ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ നല്ല നല്ല ആപ്ലിക്കന്റുകളെ തെരഞ്ഞെടുക്കണം. ആപ്ലിക്കന്റുകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. ഇന്റർവ്യൂവിന് വിളിക്കണം. അതിനുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് വിളിക്കണം. ഇന്റർവ്യൂവിൽ നിന്ന് നമ്മൾ വീണ്ടും സെലക്ഷൻസ് നടത്തണം. ആ സെലക്ട് ചെയ്തതിൽ നിന്ന് നല്ലവർക്ക് ഓഫർ, അപ്പോയിന്റ്മെന്റ് ഓർഡറും മറ്റു കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെറ്ററുകൾ അയച്ച് അവര് ഇന്ന ദിവസം ജോയിൻ ചെയ്യാൻ പറയണം. റിക്രൂട്ട് ചെയ്യണം. റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവരെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അവർക്ക് ഇത്ര സമയം കഴിയുമ്പോൾ ജോലി എന്താ പറയാ സ്ഥാനക്കയറ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഇതെല്ലാം നടത്തുന്ന ആ ഒരു പ്ലാനിങ്, അതിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ സ്റ്റാഫിംഗ് പ്രോസസ്? നാലാമത്തെ ക്ലിയർ അല്ലേ? എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാം കൂടി ഓരോന്ന് അണ്ടർലൈൻ ചെയ്തു. നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്? എന്തായിരിക്കും? വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ അസസ്മെന്റ് ഓർ ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക് ആണ്. എന്റെ നോട്ടിൽ തെറ്റാണ്, എന്റെ കയ്യിൽ നോട്ടില്ല, അതിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിന് ചെറിയൊരു അക്ഷരപ്പിശകുണ്ട്. എംപ്ലോയറിന്റെ വർക്കല്ല, എംപ്ലോയിയുടെ വർക്കുകളെ അസസ് ചെയ്യുക. ശരിയാണോ? നിങ്ങളുടെ എംപ്ലോയീസ് വർക്ക് തന്നെയാണോ? എംപ്ലോയർ അപ്പോസ്ട്രോഫീസ് എന്നാണ്. അവിടെ 6 കളഞ്ഞിട്ട് അവിടെ ഒരു ഇ കൂടി ചേർക്കുക. ഒരു 6 സ്ട്രൈക്ക് ചെയ്തിട്ട് ഇ ചേർത്തിട്ട് അപ്പോസ്ട്രോഫീസ്. എംപ്ലോയീസ് എന്നാണോ? പറയാമോ? പറയോ പ്ലീസ്? ഓക്കെ, ശരിയാണെന്നാണോ? എംപ്ലോയർ എന്നാണോ? എംപ്ലോയർ ഒന്ന് തിരുത്ത് മക്കളെ, ഒന്ന് തിരുത്ത്. എംപ്ലോയീസ് വർക്കാണ്. എംപ്ലോയീസിന്റെ ജോലികളെ വിലയിരുത്തുക. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. സി ഹൗ വെൽ ഐ എം ഡൂയിങ് മൈ ഡ്യൂട്ടി. ഞാൻ എന്നെ പഠിപ്പിക്കലാണ്, ഞാൻ എന്റെ ജോലി പഠിപ്പിക്കലാണ്, ഞാൻ അത് എത്ര നന്നായി ചെയ്യുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തണം. ആര്? HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റുകാർ. എംപ്ലോയീസിനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അവരാണെങ്കിൽ ഹൗ വെൽ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ്, പെർഫോമിംഗ് ദെയർ ജോബ്, അവരുടെ ജോലി, കൊടുത്തിരിക്കുന്ന ജോലി എങ്ങനെ ചെയ്യുന്നു എന്നും വിലയിരുത്തണം. ആ ജോലി വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നന്നായി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ചിലപ്പോ അവർക്ക് സാറ്റിസ്ഫൈഡ്, ഭയങ്കര സൂപ്പറായിട്ട് അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ന ടീച്ചർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ ടീച്ചർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സന്തോഷമൊക്കെ അവിടെ അധികമായിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ സാലറി ഇൻക്രിമെന്റ് ആകാം, അല്ലെങ്കിൽ പ്രൊമോഷൻ തരാം. ഓക്കെ, ട്രാൻസ്ഫർ, ഇത് കണ്ടോ, പേ റൈസസ്, ട്രാൻസ്ഫേഴ്സ്, ട്രെയിനിങ്. അപ്പൊ ചിലപ്പോ പെർഫോമൻസ് കണ്ടപ്പോ ഇത് പോരാല തീരാൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് കുറച്ചും കൂടി കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കണം. ഓക്കെ, ഇത് ചെയ്യുന്നത് പെർഫോമൻസ് അസസ് ചെയ്തിട്ടാണ്, വിലയിരുത്തിയിട്ടാണ്. പെർഫോമൻസ് അപ്രൈസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക്, ജോലി, എംപ്ലോയിയുടെ ജോലിയെ വിലയിരുത്തുന്നതും അത് മനസ്സിലാക്കി അതിന് ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഇൻ ദ ഫോം ഓഫ് പ്രൊമോഷൻ ആകാം. പേ റൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കൂട്ടി കൊടുക്കുക. പിന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം,
അല്ലെങ്കിൽ ഇതേ ഓർഗനൈസേഷനിൽ ഈ പൊസിഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ഇടാം. ഓക്കെ, അല്ലെങ്കിൽ പോരായ്മകളുള്ള പെർഫോമൻസ് ആണ്, അത്ര നല്ല സ്റ്റാൻഡേർഡൊന്നും നിലവാരമില്ല ടീച്ചറുടെ ക്ലാസ്സിന്, അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഡു യു ഗെറ്റ് ഇറ്റ്? മനസ്സിലായോ? എന്റെ സമയം കുറച്ച് പോയി. മനസ്സിലായോ? കണ്ട, അത് അതുപോലെ അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റും, മനുഷ്യന്മാർക്ക് അബദ്ധങ്ങളും തെറ്റുകളും പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഒരു പുറത്തേരുന്ന് അറിഞ്ഞിട്ടില്ല സംഭവം. ഓക്കെ, ക്ലാസ് മാറിപ്പോയി അതല്ലേ, ഭയങ്കര പ്രശ്നമായില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇത് എന്താ ടീച്ചർ ഇവിടെ വന്നിട്ട് നീ പറയണേ, ഇതൊക്കെ പോയ കാര്യമാണ്. എനിക്ക് എന്നെ ഓർത്തിട്ട് പിന്നെ എന്റെ മനസ്സിലെന്താ കിടക്കുന്നത്, അയ്യോ ക്ലാസ് മാറിപ്പോയി. നോട്ട് വരെ എന്റെ കയ്യിലില്ല, ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അവർക്ക് പഠിപ്പിക്കാനുള്ള ഭാഗമാണ് എന്താ വന്നേക്കുന്നത്, ലബോറട്ടറി സർവീസസ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ഞാൻ പെട്ടെന്നായി പോയി. സോറി ട്ടാ, ഇടയ്ക്ക് അപ്പൊ ഓർത്തിട്ട് എനിക്ക് തന്നെ മണ്ടത്തരത്തിന് ചിരി വരുന്നു. അതാ പറഞ്ഞേ, ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് മനുഷ്യർക്ക് റിലേ പോകും. മീൻസ് എന്താണെന്ന് അറിയില്ല, അത് എനിക്ക് ഞാൻ ഇന്നലെ തുടങ്ങി അതെന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിലേക്ക് ഇന്ന് 21st ക്ലാസ്, അതായത് ഇന്നലെ ഇന്നുമാണ് എനിക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നപ്പോ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ പെട്ടെന്ന് ഇതായിപ്പോയി. നോട്ടൊന്നും ഇല്ല, കയ്യിലും ഇല്ല, വായിച്ചിട്ടും ഉണ്ടായില്ല. പക്ഷെ എടുക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ നമ്മള് മുന്നില് ഒരു ആൻസർ സൊല്യൂഷൻ വേണ്ടേ. അപ്പൊ അടുത്ത പ്രൊസീജിയർ എന്താ, അല്ലെങ്കിൽ പ്രോസസ് എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അറിയാലോ ട്രെയിനിങ് പ്രോസസ് എന്തിനായിരിക്കാം? ഇതെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം, പുതിയ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ ജോലിക്ക് എടുക്കുന്നു. ആ ജോലിക്ക് വരുമ്പോ ആൾക്ക് വരുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ പുസ്തകങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ കോഴ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമ്മളുടെ വിചാരം, ഇത് പഠിച്ചു, ഈ പുസ്തകത്തിനോട് മാത്രം പഠിച്ചത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കുമ്പോൾ നമ്മൾ ടെൻഷനാണ്. എന്താ ചെയ്യേണ്ടത്? ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി കിട്ടിയിട്ട് അവിടെ ചെല്ലുന്നു. അപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ടീച്ചർ ക്ലാസ് എടുത്തപ്പോ തിയററ്റിക്കലി നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹൗ ടു അപ്ലൈ വാട്ട് എവർ വി ഹാവ് ലേൺഡ്, എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് എവിടേക്ക് അപ്ലൈ ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്താ ചെയ്യുന്നത്, എന്താ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അതിന് ചില ട്രെയിനിങ് എല്ലാ പുതിയ കാൻഡിഡേറ്റ്സ് നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ, അതായത് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ ട്രെയിനിങ് പീരീഡ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ചില ജോലികളുടെ ആ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാവുന്നതും ഉണ്ടാകും. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ പർട്ടിക്കുലർ എംപ്ലോയി. ആ ജോലിക്കാരുടെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു സാധനമാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. അപ്പൊ നമുക്ക് ട്രെയിനിങ് കൊടുത്തു, അപ്പൊ ഓക്കെ കാര്യം മനസ്സിലായി, ഞാൻ പഠിച്ചതും ഇപ്പൊ പ്രാക്ടിക്കലായി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ തന്ന ട്രെയിനിങ്ങും പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്തോ പറ്റി, എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ ഒരു എന്താ പറയാ എൻകറേജ്മെന്റ് കിട്ടി, അല്ലെങ്കിൽ ഒന്നുകൂടി സാറ്റിസ്ഫൈഡ് ആയി, അല്ലെങ്കിൽ ഞാൻ എന്റെ ടെൻഷനൊക്കെ കുറഞ്ഞ ആകെ ഇതായി, കാരണം എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാകും. അപ്പൊ ട്രെയിനിങ്ങും ഇതുപോലെ തന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ടു ഇൻക്രീസ് ഓർ ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് വർക്ക്. ജോലിക്കാരുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ വർക്കിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതി, അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, അടുത്തത് എന്താണ്? കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് ആണ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് ആണ്. എന്താണ് കോമ്പൻസേഷൻ? എന്തായിരിക്കും? റിവാർഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റെമ്യൂണറേഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ എംപ്ലോയീസ് ഫോർ ദെയർ സർവീസസ്. അതായത് ഓരോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് അവരുടെ സേവനങ്ങൾക്ക്, അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് കൊടുക്കുന്ന റിവാർഡ്, റെമ്യൂണറേഷൻ, മേ ബി ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ. അത് ചിലപ്പോൾ പണരൂപത്തിലുള്ളതും പണരൂപത്തിലല്ലാത്തതുമായിട്ടുള്ള റിവാർഡുകൾ ഏർപ്പെടും. ഇപ്പൊ സാലറി വേജസ് ഒക്കെയാണെങ്കിൽ പണരൂപത്തിൽ അല്ലെ, ബോണസ് പണരൂപത്തിൽ തന്നെ. അതല്ലാണ്ടുള്ള നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയാമോ എക്സാമ്പിൾ ആയിട്ട്?
അതൊരു എന്താ പറയാ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിവാർഡുകളൊക്കെ ഇൻ ദ ഫോം ഓഫ് മണി, പണം രൂപത്തിലോ അല്ലാതെയോ ഒക്കെ കൊടുക്കാം. അല്ലാതെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഒരു ഇയർലി വർഷത്തിലൊരിക്കല് എല്ലാത്തിനെയും കൂടി പെറുക്കിയിട്ട് ഒരു ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകാം അല്ലെ, പൈസ ഒന്നും വാങ്ങിക്കേണ്ട. അത് നോൺ ഫിനാൻഷ്യൽ ആണ്, പൈസ എല്ലാം കൊടുക്കണം അവിടെ. പകരം ഒരു ട്രിപ്പ് എല്ലാ എംപ്ലോയീസിനെയും വലിച്ച് വാരിയിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പോ അതേ ദിവസമൊന്നും ഓർഗനൈസേഷൻ അടച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഒരു ദിവസത്തെ അല്ലെങ്കിൽ മാക്സിമം 2 ഡേയ്സിന്റെ ഒക്കെ ഒരു ട്രിപ്പ് കൊണ്ടുപോകുക. ഇത് നോൺ ഫിനാൻഷ്യൽ റിവാർഡാണ് അല്ലെ. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഫുഡൊക്കെ കൊടുത്ത് അവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച്, ഇതൊക്കെ തന്നെ. അതന്നെ, വെരി ഗുഡ്. അതെ, അത് തന്നെയാണ്. ഒരു ഡിന്നറോ അല്ലെങ്കിൽ ഒരു ലഞ്ചോ ഒക്കെ കൊടുത്ത് അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത്, അതൊരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള റിവാർഡുകളെല്ലാം അതാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ if the employees have some dissatisfaction regarding their wages, salaries, benefits, working hours, working conditions, etc., they may react in the form of collective bargaining. എന്ത് ചെയ്യും, ചില ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ചില തരത്തിലുള്ള തൃപ്തി കുറവ്, അവരുടെ വേജസ് കിട്ടുന്ന കൂലിയില് ഇത് പോരാ, ഇത്രയും ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി സാലറി ഇത് കുറവാണ്, പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഇത്രയും ഒരു വലിയ കാര്യമൊക്കെയാണ്, ഓർഗനൈസേഷനൊക്കെയാണ്, ഇത്രയും കൂടുതൽ ഡെവലപ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയാ ഒരു നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് വെച്ചിപ്പോ ഒരു നല്ലൊരു വാഷ്റൂം ഇല്ല, ഇത്രയൊക്കെ ഡെവലപ്ഡ് ആയി പക്ഷെ നല്ലൊരു വാഷ്റൂം ഇല്ല, അല്ലെങ്കിൽ ഇത്ര എണ്ണം ഒരു ആക്റ്റീവ് ആയിട്ട് ഒരു 3-4 പേർക്കൊക്കെ പാടി ഒരെണ്ണം സിംഗിൾ ഒരു ടോയ്ലറ്റും ഒക്കെ ഉള്ളൂ, അതൊക്കെ ഒരു പോരായ്മകളാണ്. അപ്പൊ ഇതിനെ സംബന്ധിക്കുന്ന ചില പരാതികളും പരിഭവങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു പോകും എല്ലാവരും കൂടി തമ്മിൽ. അപ്പൊ അതിനനുസരിച്ച് അവര് എന്ത് ചെയ്യാ, എംപ്ലോയറോട് അതായത് മാനേജ്മെന്റിനോട് വിലപേശാം. അവിടെ ഇതാണ് ബാർഗെയിനിങ്, ആ വിലപേശലാണ്. സാധാരണ ബാർഗെയിനിങ് അവിടെ നടക്കുക ചന്തയിലാണ്, മാർക്കറ്റില് അല്ലെ. നമ്മള് മീൻ വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോ ഇത് ഒത്തിരി കൂടുതലാണല്ലോ, കുറച്ച് നാളെ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഉത്സവ പാടത്ത് പെരുന്നാൾ സ്ഥലങ്ങളില് പെട്ടിക്കാരൊക്കെ വരും, അവരോട് നമ്മൾ വിലപേശാറുണ്ട്. ഇവിടെ എംപ്ലോയ്മെന്റില് അതായത് ഓർഗനൈസേഷനിലെ വിലപേശില് ഇതാണ് റിഗാർഡിംഗ് ദയർ വേജസ് ആകാം, അവരുടെ വർക്കിംഗ് അവേഴ്സ്. ഇത്രയും സമയം മണിക്കൂറാണ്, നമ്മൾ ഇത്രയും അധികം സമയം വർക്കിംഗ് അവേഴ്സ് നമുക്ക് തരാൻ പാടില്ല. ചിലർ അങ്ങനെ എന്താ ചെയ്യും, അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യും. വർക്കിംഗ് കണ്ടീഷൻസ് മോശം, അതിനും ബാർഗെയിൻ ചെയ്യും. അപ്പൊ ഇതാണ്, അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഇല്ലാണ്ടാക്കി കൊടുക്കേണ്ടത് ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ ഇടപെട്ട് പേഴ്സണൽ മാനേജ്മെന്റ് ഹാവ് ടു ഗിവ് സം റൈറ്റ് സൊല്യൂഷൻസ്. അതിന് വ്യക്തമായ കൃത്യമായ പരിഹാരം കണ്ടെത്തണം. പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു ഇതാണ്. അപ്പൊ നല്ലൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കണം. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ക്ലിയർ ആയോ, മനസ്സിലായോ? അപ്പൊ എത്ര പ്രോസസ് നമ്മൾ പഠിച്ചു? ഏതൊക്കെയാ പഠിച്ചത്? ഒന്നാമത്തേത് ലീഡർഷിപ്പ് പ്രോസസ്, then justice determination process, task specialization process, staffing process, then performance appraisal process, training and development process, compensation and reward process, and collective bargaining process. എട്ടെണ്ണം അല്ലേ? 8 പ്രോസസ്സുകളും അണ്ടർലൈൻ ചെയ്യുന്ന, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നെക്സ്റ്റ് വൺ പേഴ്സണൽ പോളിസീസ് ആണ്. അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. പേഴ്സണൽ പോളിസീസ് എന്താണ്? തൊഴിൽപരമായ നയങ്ങൾ, തൊഴിൽ നയങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. എന്താണ് ഈ തൊഴിൽ നയങ്ങൾ? It is a pre-planned course of action which has to be established to guide work towards the achievement of results or objectives of an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ, നല്ല ലക്ഷ്യങ്ങൾ നന്നായി നേടിയെടുക്കാൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡായി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ പോളിസീസ് നയങ്ങളും ഉണ്ടാക്കി രൂപീകരിച്ച് വെച്ചേക്കാണ്. അപ്പൊ അതിനനുസരിച്ച് ഓർഗനൈസേഷൻ ഈസ് ഗോയിങ് ഓൺ, അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് ബെറ്റർ റിസൾട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നേരത്തെ കൂട്ടി പ്രിപ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പോളിസീസ്, അതാണ് പേഴ്സണൽ പോളിസീസ് എന്ന് വിളിച്ചാൽ. ഓക്കെ, പേഴ്സണൽ ആണ്, സ്പെല്ലിംഗ് ഓർക്കണം, PERSONNEL ആണ്, തൊഴിൽ നയങ്ങളാണ്. മനസ്സിലായോ? Personal policy is a pre-planned course of action that establishes as a guide to work towards acceptable outcomes and objectives. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള
ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗൈഡ്, അതാണ് തൊഴിൽ നയങ്ങൾ. ക്ലിയർ ആയോ? നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നത്, അതാണ് പ്രീ പ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പേഴ്സണൽ പോളിസീസ്. വീണ്ടും അതിനെ കുറിച്ച് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ദാറ്റ് കൺട്രോൾ how to deal with the human resources or personal related to situation. ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നാൽ അതിന് അവരെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കുറെ സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ അടങ്ങുന്ന ഒരു സാധനം, അതാണ് പേഴ്സണൽ പോളിസീസ്. വേറൊരു വേർഡ്സിൽ നമുക്ക് പറയാം. രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. See, then what are the advantages of setting personal policy? എന്തിനാ അപ്പൊ ഇങ്ങനെ ഈ തൊഴിൽ നയങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തൊഴിൽ നയങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ it will lead to the success of the organization. ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരെക്കാളും, ഏതൊരു ബിസിനസ് സ്ഥാപനങ്ങളെക്കാളും നമ്മൾ മുന്നിൽ നിൽക്കണം. ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കണം, ഏറ്റവും നല്ല പ്രോഫിറ്റ് നമ്മൾ നേടണം, മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു നല്ല ഓർഗനൈസേഷൻ, നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം, കൂടുതൽ ആളുകൾക്ക് നല്ല നല്ല ജോലികൾ കൊടുക്കണം, നല്ല തരക്കേടില്ലാത്ത സാലറി അവർക്ക് ഓഫർ ചെയ്യണം. മെനി അല്ല, ഒരുപാട് എന്താ പറയാ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ വളരെ കുറഞ്ഞ സാലറി കൊടുത്തുകൊണ്ട് ഒരുപാട് ജോലി കൊടുത്ത് കഴിയുമ്പോ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോ എന്ത് ചെയ്യും ആൾക്കാര്, എന്താ പറയാ ജോലിക്കാര് പറയും അല്ലെ, ഓ ഭയങ്കര പാടാട്ടോ, ഒരുപാട് ജോലിയുണ്ട് പക്ഷെ സാലറി വളരെ കുറവാണ്. അത് ഓർഗനൈസേഷന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ പാടില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടുവരണം. ഒരുപാട് ലക്ഷ്യമുണ്ട്. അപ്പൊ ഈ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാക്കണമെങ്കിൽ അല്ലെ, ടു ഗെയിൻ ഓൾ ദീസ് അച്ചീവ്മെന്റ്സ്, ഇതെല്ലാം നമുക്ക് നേടണമെങ്കിൽ, ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു നല്ല പേഴ്സണൽ പോളിസി ടു കൺട്രോൾ ദ ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ, ഡീൽ ചെയ്യാൻ ഒരു നല്ല പേഴ്സണൽ പോളിസി ഉണ്ടായിരിക്കണം. അപ്പൊ അതെന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഫസ്റ്റ് വൺ, they help managers at different levels of decision making to take decisions without consulting their superiors. അതായത് ഒരു ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുവെച്ചാൽ തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ പേഴ്സണൽ മാനേജേഴ്സിന് ഒരു സഹായമാണ്. എന്തിന്? തീരുമാനങ്ങൾ എടുക്കാൻ. അതായത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഈ തൊട്ടേലും പിടിച്ചാലൊക്കെ നമ്മുടെ സുപ്പീരിയേഴ്സുമായിട്ട്, അതായത് മുകളിലുള്ള ഹയർ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെടുന്ന ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ ഈ എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് ഓടി ചെന്ന് അത് കണ്ടുപിടിച്ചിട്ട് വേഗം ചെന്ന് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയറിനെ, ഓണറിനെ ഒക്കെ പോയി അറിയിക്കേണ്ട ആവശ്യമില്ല. കുറെ കാര്യങ്ങൾ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റണം അല്ലെ. അത് ഒരു നല്ല പേഴ്സണൽ മാനേജർ ആണെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഒരു പേഴ്സണൽ പോളിസീസ് ഒക്കെ ഇങ്ങനെ ഫോം ചെയ്ത് വെക്കുകയാണെങ്കിൽ അതനുസരിച്ച് പേഴ്സണൽ മാനേജർക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പേഴ്സണൽ പോളിസി അതിന് ഹെൽപ്പ് ചെയ്യും. ആരെ ഹെൽപ്പ് ചെയ്യും? പേഴ്സണൽ മാനേജറിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. ഇഫ് ദേ ഹാവ് ടു ഡീൽ വിത്ത്, അതായത് മറ്റുള്ളവരുമായിട്ടൊക്കെ എംപ്ലോയീസുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിത്തൗട്ട് കൺസൾട്ടിങ് വിത്ത് സുപ്പീരിയേഴ്സ്, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നും കൺസൾട്ട് ചെയ്യാതെ അവരുടെ അഭിപ്രായമോ മറ്റൊന്നും തിരക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഡിസിഷന് എടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? if there is a good personal policy, നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ നയം ഉണ്ടെങ്കിലാണ് അതനുസരിച്ച് ആൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? അഡ്വാൻറ്റേജസ് ബൈ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസീസ് മനസ്സിലായോ? പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് മാത്രമല്ല ഒന്നാമത്തേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്, നേട്ടം. രണ്ടാമത്തെ എന്താ? ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. ഇനി എന്താ? എംപ്ലോയീസിനെ എല്ലാവരെയും നല്ല രീതിയിൽ കൂട്ടായ്മയിൽ കൊണ്ടുപോകാൻ പറ്റും. അവിടുത്തെ ഇപ്പൊ ഒരു പേഴ്സണൽ പോളിസി കൃത്യമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഈച്ച് ആൻഡ് എവറി വർക്കേഴ്സ് വിൽ യൂസ് ദാറ്റ് പേഴ്സണൽ പോളിസി ആസ് എ ഗൈഡ്. നമ്മളെ നയിക്കുന്ന ഒരു ഗൈഡായിട്ട് നമ്മൾ ആ പേഴ്സണൽ പോളിസീസ്, ഇവിടുത്തെ പോളിസി എന്താണ്, അത് ഫോളോ ചെയ്യാൻ എല്ലാവരും തയ്യാറാകും. അങ്ങനെ തയ്യാറാകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തി, ആൻഡ് ഓൾസോ there will be a good relation between the employer and employee. കണ്ടോ? അവിടെ ഒരു നല്ലൊരു ബന്ധം എംപ്ലോയി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ? ഈ പേഴ്സണൽ പോളിസി ഫോളോ ചെയ്ത് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്താണ്? എംപ്ലോയർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വലിയ പ്രശ്നമില്ല, ഒരു ഇഷ്യൂസും ഇല്ല.
കാരണം അവർ അവരുടേതായ കൊടുത്തിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് അവർ പോകുന്നു, അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. പിന്നെ അവിടെ എംപ്ലോയർ വന്ന് ഏത് കാര്യവും വന്ന് അതും ഇതൊക്കെ കറണ്ടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ദേ ആർ ഫോളോയിങ് ദ പേഴ്സണൽ പോളിസീസ്. അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന തൊഴിൽ നയങ്ങൾ ഫോളോ ചെയ്താണ് എംപ്ലോയീസ് പോകുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ അവിടെ ഇടയിൽ കയറി എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ഇങ്ങനെ എപ്പോഴെപ്പോഴും ഓരോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് അവരത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി എ ഗുഡ് റിലേഷൻഷിപ്പ്. അപ്പൊ എന്താണ് എംപ്ലോയർ എംപ്ലോയി തമ്മിൽ ഒരു നല്ല ബന്ധം അല്ലെ? അവർക്ക് എന്ത് കാര്യവും കൃത്യമായിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് നല്ല ബന്ധം, അവർക്ക് ഇഷ്ടമാവും, ഇവർക്ക് തിരിച്ചങ്ങോട്ടും ഇഷ്ടമാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് ഫേവറിറ്റിസം. ഇനി ആരുടെങ്കിലും എന്തെങ്കിലും ഫേവർ കാണിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഡിസ്ക്രിമിനേഷൻ കാണിച്ചു അവരൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഒരു പേഴ്സണൽ പോളിസി അവിടെ ഉണ്ട്. അപ്പൊ ആരോടും വിവേചനമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അത് ആർക്കെങ്കിലും അനുകൂലിച്ചോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണൽ പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് രണ്ട് അഡ്വാൻറ്റേജ് ആണ് പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളത്. നമ്മുടെ ഏതായിരുന്നു? കൃത്യമായി പേഴ്സണൽ മാനേജർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വിത്തൗട്ട് കൺസൾട്ടിങ് ദ സുപ്പീരിയേഴ്സുമായിട്ട് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുക്കാതെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പേഴ്സണൽ പോളിസി പേഴ്സണൽ മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തേത് പേഴ്സണൽ മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ വെൽഫെയർ എൻഷുർ ചെയ്യാൻ, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ എംപ്ലോയി തമ്മിലുള്ള ഒരു നല്ല ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഫേവറിറ്റിസമോ അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷനോ ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പേഴ്സണൽ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് എംപ്ലോയർ എംപ്ലോയി ഡിഫറൻസോ? എംപ്ലോയർ എന്ന് പറഞ്ഞ ജോലി കൊടുക്കുന്നതാണ്, എംപ്ലോയി എന്ന് പറഞ്ഞ ജോലി ചെയ്യുന്നതാണ്. അതാണോ ചോദിച്ചേ? അതാണോ ചോദിച്ചത്? അങ്ങനെയാണോ? അപ്പൊ ഇവിടെ ഞാൻ എംപ്ലോയിയാണ്, എനിക്ക് ജോലി തന്ന ആളുണ്ടല്ലോ, അത് എംപ്ലോയറാണ്. മനസ്സിലായോ ഷംസീന? മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ എംപ്ലോയിയാണ് അല്ലേ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ജോലി തന്ന ഒരാളുണ്ടല്ലോ, ഈ നമ്മുടെ ഫൗണ്ടർ ഓഫ് സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർ നമ്മുടെ ജനറൽ സർ. അറിയോ? നിങ്ങള് വിളിക്കാറുണ്ടാവുമല്ലോ അല്ലെ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. നമ്മളെ ജോലിക്ക് ഇവിടെ എടുത്തത് സാറാണ്. അപ്പൊ നമ്മള് എംപ്ലോയർ ആണ്. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയറായോ? മനസ്സിലായില്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ. ഇനി ഈ പേഴ്സണൽ പോളിസീസിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് പേഴ്സണൽ പോളിസി ഇങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോ അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്ത് നമ്മൾ കുറെ ഒരു ഓർഗനൈസേഷനിൽ അപ്പോയിന്റ്മെന്റ് റിസോഴ്സുകളൊക്കെ ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നയങ്ങളും നമ്മളിങ്ങനെ രൂപീകരിക്കുമ്പോ എന്താണ് അതിന്റെ ലക്ഷ്യം? എന്തൊക്കെയാണ്? ഒന്ന്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ്? പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ തൊഴിലിന് ഒരു സുരക്ഷിതത്വം ഉണ്ട്. കാരണം എന്താ? ഞാൻ ആ പേഴ്സണൽ പോളിസി ഫോളോ ചെയ്ത ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് ഫോളോ ചെയ്താൽ ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ തൊഴിലിന് എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്. കാരണം ഞാൻ അതിനപ്പുറം ചെയ്യുന്നില്ല, എന്റെ ഇഷ്ടത്തിനല്ല ജോലി ചെയ്യുന്നത്, പേഴ്സണൽ പോളിസീസിലൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ നയങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അല്ലാണ്ട് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുകയല്ല. ഇവിടെ എന്താണോ വാട്ട് ദേ റിക്വയർ, ഈ ഓർഗനൈസേഷൻ എന്നിൽ നിന്ന് എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് ഞാൻ കൊടുക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ എന്റെ ഇഷ്ടത്തിലല്ല കൊടുക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന റൂൾസ് റെഗുലേഷൻസ് പേഴ്സണൽ പോളിസീസ് എല്ലാം അനുസരിച്ചിട്ടാണ്. 10:30 മണിക്കാണ് ക്ലാസ്. 10:30 മണിക്ക് നമുക്ക് ക്ലാസ് എന്താ പറയാ ഫസ്റ്റ് അവർ തുടങ്ങും. 10:30 ക്ലാസ്. ഞാൻ 11 നമുക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 11 മണിക്ക് വന്നിട്ട് ക്ലാസ് എത്താൻ മതിയോ? പറ്റില്ല. സോ അത് ഒരു പേഴ്സണൽ പോളിസീസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഓരോ ആളുകളും ജോലിക്ക് വരുന്നവരൊക്കെ ചെയ്യേണ്ട അനുവർത്തിക്കേണ്ട ചില നയങ്ങളും നിയമങ്ങളും ഉണ്ട്. സോ ഐ ഹാവ് ടു ഫോളോ ഇറ്റ്. അത് എംപ്ലോയർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്, തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. അപ്പൊ എന്താണ്, അങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ എം ഫോളോയിങ് ദ പേഴ്സണൽ പോളിസീസ്. ഇവിടുത്തെ തൊഴിൽ നയങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വം അത് കൊടുക്കുന്ന ഒന്നാണ് പേഴ്സണൽ പോളിസി. പിന്നെ പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് ആണ്. ഫെയർ FAIR കേട്ടോ. അതായത് ഒരു എന്താ പറയാ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് റീസണബിൾ ആയിട്ടുള്ള കൂലി കൊടുക്കുക, വേജസ്. അതും പേഴ്സണൽ പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ അവര് എന്താ പറയാ ഞാനിപ്പോ ഇത്ര മണിക്കൂർ ജോലി ചെയ്യും, എന്റെ എഫേർട്ട് ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്, സോ ഐ ഷുഡ് ഡിമാൻഡ്, എനിക്ക് എന്ത് ചെയ്യാം, എന്റെ സാലറി എനിക്ക് ഡിമാൻഡ് ചെയ്യാം. ഞാൻ ആ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൃത്യമായ വേതനം കിട്ടണം അല്ലെ, ഒരു സാലറി കിട്ടണം. അതാണ് പേയ്മെന്റ് ഓഫ് ഫെയർ FAIR എന്നാണ്. പിന്നെ
It also leads to sound industrial relations. ഒരു നല്ല ബന്ധം, ഒരു വ്യവസായ ബന്ധം എന്ന് വെച്ചാൽ എംപ്ലോയറും എംപ്ലോയിയും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാനും പേഴ്സണൽ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതും ലക്ഷ്യമാണ്. പേഴ്സണൽ പോളിസിയിലൂടെ ഒരു നല്ല ബന്ധം, ആത്മബന്ധം. എംപ്ലോയർ ആണ്, എംപ്ലോയറുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു കൊടുക്കണം അല്ലെ? എംപ്ലോയർ ആവശ്യപ്പെടുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റിയിൽ ഞാനത് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഗുഡ് റിലേഷൻ, നല്ലൊരു ബന്ധം എംപ്ലോയർ എംപ്ലോയി തമ്മിൽ ഉണ്ടായിരിക്കും. അതാണ് സൗണ്ട് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? അല്ലാതെ ഒച്ച ഉണ്ടാക്കുന്ന റിലേഷൻ അല്ല. ഇവിടെ സൗണ്ട് മീൻസ് ഗുഡ് എന്നാണ് അർത്ഥം കേട്ടോ. സൗണ്ട് റിലേഷൻ മീൻസ് ഗുഡ് റിലേഷൻ. ഓക്കെ. പിന്നെ ട്രെയിനിങ് ഓഫ് എവ്രിവൺ. ഒരു നല്ല പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ അനുവർത്തിച്ച് വരുമ്പോ നമ്മളറിയാതെ തന്നെ നമ്മൾ ട്രെയിൻഡ് ആകുകയാണ് അല്ലെ? ഒരു ദിവസം ഞാൻ ആ പേഴ്സണൽ പോളിസി ഫോളോ ചെയ്ത് ജോലി ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ ആൻഡ് നെക്സ്റ്റ് ഡേ റിപ്പീറ്റീവ്ലി നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായി? നമ്മൾ അറിയാതെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ട്രെയിൻഡ് ആകുകയാണ് അല്ലെ? ഇത്ര മണിക്ക് കൃത്യം വരുന്നു, ഇത്ര മണിക്ക് ക്ലാസ്സിൽ കയറുന്നു, ക്ലാസ്സിലെ ടൈം ടേബിളുകൾ അനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ കയറുന്നു അല്ലെ? ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇടയ്ക്ക് ചിലപ്പോ പെട്ടെന്ന് ചെറുതൊക്കെ മാറിപ്പോകും. അത് അതിന്റെ ഇടയില് അത് പാടില്ല, പക്ഷെ അല്ലേ? പാടില്ലാത്തതാണ്. പക്ഷെ എന്തോ എനിക്കറിയില്ല ഇതെന്ത് പറ്റിയത്. ഓക്കെ. ഇടയ്ക്ക് എനിക്ക് എന്നാ നെട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇടയ്ക്ക് പുറത്തേക്ക് ചാടുന്നത്. ഓക്കെ. അപ്പൊ പേഴ്സണൽ പോളിസീസ് അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ട്രെയിനിങ് എവ്രിവൺ. അതായത് വി ആർ ട്രെയിൻഡ് ടു ഡു ഓർ ടു ഫോളോ ദ പോളിസീസ്. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സുകൾ ഫോളോ ചെയ്യേണ്ട എല്ലാ പോളിസീസും ഫോളോ ചെയ്യാൻ നമ്മൾ അറിഞ്ഞും അറിയാതെയും അതില് ട്രെയിൻഡ് ആയി പോവുകയാണ്. ഓക്കെ. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മാക്സിമം യൂസ് ആണ്. ഒപ്റ്റിമം മീൻസ് മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നല്ല പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ സമയമൊന്നും നമുക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ഞാൻ മാക്സിമം എന്റെ എഫേർട്ടുകൾ ആ സമയം മുഴുവൻ അവിടെ അതിനുവേണ്ടി കൊടുക്കണം. അപ്പൊ അത് മാക്സിമം യൂസ് ചെയ്യണം. പേഴ്സണൽ പോളിസീസ് നന്നായി ട്രെയിൻ ചെയ്താൽ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ, റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി. പരസ്പരം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ പല വിഭാഗങ്ങളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന്, പല ഇമോഷൻസുമായിട്ട് ഒരു റൂഫിന്റെ കീഴിൽ വന്ന് ജോലി ചെയ്യണം അല്ലെ? പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഇമോഷൻസിനോ മറ്റു കാര്യങ്ങൾക്കോ നമ്മൾ അവിടെ കൂടുതൽ വില കൊടുക്കാതെ റെസ്പെക്ട് ഈച്ച് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഓരോരുത്തരുടെയും മാന്യത നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ? ഞാൻ എന്റെ മാന്യമായ രീതിയിൽ ഞാൻ മറ്റുള്ളവരോട് പെരുമാറണം. മറ്റുള്ളവരെയും അവരുടെ മാന്യത കീപ്പ് ചെയ്യുന്നത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലെ? എന്റെ തോന്നിയ പോയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഡിഗ്നിറ്റിയെ നമ്മൾ മര്യാദയെ അല്ലെങ്കിൽ മാന്യതയെ ബഹുമാനിക്കാത്ത ഒരു രീതിയായിരുന്നു. അപ്പൊ ഒരു റൂഫിന്റെ കീഴിലാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാവരും ദേ ഹാവ് ടു റെസ്പെക്ട് ഡിഗ്നിറ്റി. എല്ലാവരുടെയും മാന്യതയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? Objectives are security of employment, payment of fair wages, sound relations, training of everyone, optimum use of human resources, and respecting human dignity. അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. ഒബ്ജക്റ്റീവ്സ് എന്താണ്? പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ. അടുത്തത് എന്താ? പേഴ്സണൽ പോളിസീസിന്റെ പേഴ്സണൽ പോളിസീസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. എന്തൊക്കെ അടിസ്ഥാന തത്വങ്ങളാണ് ഒരു പേഴ്സണൽ പോളിസിക്ക് വേണ്ടത് അല്ലെ? ഒരു പേഴ്സണൽ പോളിസിയുടെ തത്വങ്ങളാണ്. ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എന്ത് ജോലി ചെയ്യണം എന്നുള്ളതിന് എല്ലാവർക്കും ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അത് പേഴ്സണൽ പോളിസിയുടെ ഒരു എന്താ പറയാ ഒരു പ്രിൻസിപ്പിൾ ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയാണോ ഓരോരുത്തരും ചെയ്യണ്ടേ എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരെയും പരിശീലിപ്പിക്കുക. മീൻസ് ഇന്ന ജോലി നീ ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ, അതൊക്കെ അത് അവരെ ഓരോരുത്തരെയും ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ, നല്ല തൊഴിൽ നയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ട്രെയിൻ എവരിവൺ ടു ദ ജോബ് ടു ബി ഡൺ. Put the right man in the right place. പിന്നെ അടുത്തത് പേഴ്സണൽ പോളിസി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് put the right man in the right job. എന്നെ കൊണ്ട് പറ്റുന്ന ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ടീച്ചിങ് ആണ് ഞാൻ നന്നായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ ആ ജോലിയാണ് എനിക്ക് തരേണ്ടത്. എനിക്കറിയാൻ പാടില്ലാത്ത വേറൊരു ജോലി എന്നിട്ട് നീ അത് ചെയ്യൂ എന്ന് പറയുന്നതിന് അല്ല. അപ്പൊ വരുമ്പോൾ എന്ത് പറ്റും? ആൾക്കതറിയില്ല, അറിഞ്ഞ് പഠിച്ച് ഒക്കെ എടുത്തു വരുമ്പോഴേക്കും
നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ ഡെവലപ്പിംഗ് ആണ്. ഓരോ ദിവസം ചെല്ലുന്നതോറും നമുക്ക് ടൈമൊന്നും അവിടെ പരീക്ഷണത്തിന് ഒരു ടെസ്റ്റിങ്ങിനൊന്നും ഒരു നേരമൊന്നുമില്ല. പരീക്ഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമല്ല ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ടക്കേന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സംരംഭങ്ങളാണ്. അപ്പൊ അവിടെ പരീക്ഷ നോക്കാം, ഈ ആൾ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ. വെറുതെ ആൾ ഉപയോഗിക്കുന്നു, ആൾക്ക് സാലറി കൊടുക്കുന്നു, പക്ഷെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൊന്നും അവിടെ നടക്കുന്നില്ല. ദർ ഈസ് നോ ഗുഡ് റിസൾട്ട്സ് ഓർ നോ ഔട്ട്പുട്ട്. നല്ല രീതിയിലുള്ള ഉത്പാദനമോ അല്ലെങ്കിൽ എന്തോ ഏതെങ്കിലും നല്ല റിസൾട്ട് അവിടെ ഉണ്ടാകുന്നില്ല. വെറുതെ ആൾക്ക് നമ്മള് സാലറി കൊടുത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. റൈറ്റ് മാനിന്റെ റൈറ്റ് സ്ഥലത്ത് തന്നെ ചെയ്യുക. എനിക്ക് പറ്റുന്ന ജോലി എന്താണെന്ന് ശരിയായി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്റെ ജോലി ഞാൻ ആക്ട് ആയിട്ട് എന്തായാലും കൃത്യമായി ചെയ്യാൻ പറ്റുന്ന സ്ഥലം അവിടെ കൃത്യമായിട്ട് തന്നെ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് വൺ, പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? പേഴ്സണൽ പോളിസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. മനസ്സിലായില്ല? തമ്പില്ലല്ലോ. യെസ്, അടുത്തത് സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. ഇനി ജോലി ചെയ്യാൻ പറയുന്നു, ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷെ ജോലിക്ക് ആവശ്യമായ ടൂൾസ് അതൊക്കെ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുക. ചില ടൂൾസ് ഒന്നും ഇല്ലാണ്ട് അത് ഇതൊക്കെ വെച്ച് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ചെയ്യും, അത് കഴിയുമ്പോൾ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ആഴ്ച ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറയുന്നതിലല്ല. റൈറ്റ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ എന്തൊക്കെ അവശ്യ വസ്തുക്കൾ വേണോ, ടൂൾസ് വേണം, അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും ചൂടുള്ള കാലാവസ്ഥകളാണ് ഇപ്പോ അല്ലെ, വെതറൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ ചൂടൊക്കെ പിടിച്ചു തുടങ്ങി, ചൂട് കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നില്ല എനിക്കിത് ക്ലാസ് റൂമില്. അത് കുറച്ച് ദിവസമായി എന്ത് ചെയ്തിട്ടാണ് അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്, പ്രവർത്തിക്കുന്നില്ല. കുറച്ച് ദിവസമായി നമ്മൾ പറയുന്നു, മാനേജ്മെന്റിനോട് പറയുന്നു, ഇവിടുത്തെ ഫാൻ കണ്ടിട്ടോ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് പറയുന്നുണ്ട്, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഫേവറബിൾ ആണോ ഇല്ലേ എന്നുള്ളതിനൊന്നും അവിടെ പ്രാധാന്യം കണ്ടെത്തുന്നില്ല. അങ്ങനെയുള്ളത് നമ്മളോട് ജോലി ചെയ്യാൻ പറയുന്നു. സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ആ ചൂടൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, കൃത്യമായ ടൂൾസ് ജോലി ചെയ്യാൻ ആവശ്യമായ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ പേഴ്സണൽ പോളിസീസിൽ വരേണ്ടതാണ്. അതുകൊണ്ടാണ് അത് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അതെന്താ? make the organization a coordinated team through a proper coordinated administration of various departments and divisions. ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ക്യാഷ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നാണ്. നമ്മളൊരു കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഒരു ടീമായിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസേഷനെ മാറ്റുക. എല്ലാം പല പല ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും വി ഹാവ് ടു കൺസിഡർ ഓൾ ആർ ഇൻ വൺ ടീം. ഇതൊരു ടീമാണ്. ഈ ടീമിന്റെ സക്സസ് ആണ് ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് മനസ്സിലാക്കുന്ന പോളിസീസ് കൊണ്ടുവരിക. അല്ലാണ്ട് വേർതിരിവുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ വികസിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു ഓർഗനൈസേഷൻ മൊത്തത്തില് എന്താ പറയാ സക്സസ് ആകുന്നത് എല്ലാ ആളുകളും ടീമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ്. റൈറ്റ് അല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ സക്സസ് എന്ന് പറയുന്നത് എല്ലാ ടീമിന്റെയും കൂടി സക്സസ് ആണ്. ദാറ്റ് മീൻസ് ഓരോ ടീമും അവരവരുടേതായ ജോലികള് കൃത്യമായിട്ട് ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ ഓർഗനൈസേഷനും വളരുക. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീം ആയിട്ട് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസേഷനെ കൊണ്ടുപോകുക. Next one, provide security with opportunity, incentive, recognition. വേണ്ട എംപ്ലോയീസിന് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്തെങ്കിലും ചില മാറ്റങ്ങൾക്കുള്ള അവസരങ്ങളാകാം, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എക്സ്ട്രാ ചെയ്തപ്പോൾ അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക, അവർക്ക് അംഗീകരിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അംഗീകാരം കൊടുക്കുക, അർഹിക്കുന്നവർക്ക് എന്താണോ അത് അർഹിക്കുന്നത് നൽകുക. അത് ഓർഗനൈസേഷൻ ചെയ്യണം. അതും ഒരു നല്ല പേഴ്സണൽ പോളിസിയുടെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ആള് അവരുടെ ജോലിയിൽ അവർ ഉദ്ദേശിച്ചത് എംപ്ലോയർ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് ഉയരത്തില് എന്തെങ്കിലും ഒരു കാര്യം നേടിയെന്ന് വിചാരിക്കാം. സോ അവരെ അംഗീകരിക്കണം. നമ്മള് ആൾക്ക് അതിന് വേണ്ട റെക്കഗ്നീഷൻ പ്രൊവൈഡ് ചെയ്യുക, അംഗീകരിക്കുക, എന്തെങ്കിലും ഇൻസെന്റീവ് കൊടുക്കുക. കണ്ടോ, എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ എംപ്ലോയീസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരാളിങ്ങനെ പർട്ടിക്കുലർലി ചെയ്തു, മറ്റുള്ളവർക്ക് പറ്റാത്തത് ഞാൻ ചെയ്തു, സോ ഞാൻ ആ ഒരു റെക്കഗ്നീഷൻ അംഗീകാരം അർഹിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ അത് ആള് ഇങ്ങനെ ചെയ്തു എന്ന് ആരാളുടെ മുമ്പിൽ പറയുമ്പോൾ അത് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ, നമ്മുടെ നല്ലത് പറയാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള്.
നമ്മളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവരല്ലേ, ചീത്ത പറയാനാണോ ആഗ്രഹിക്കുക? യെസ്. അപ്പൊ അംഗീകരിക്കേണ്ടത് അംഗീകരിച്ച് തന്നെ കൊടുക്കുന്ന പോളിസീസ് വേണം. And the last one, look ahead, plan ahead and more things and better things. എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ, അതായത് ഓർഗനൈസേഷന് സക്സസ്ഫുൾ ആക്കുന്ന ബെറ്റർ തിങ്സ്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് കൊണ്ടുവരികയും ചെയ്യുക. പ്ലാൻ ചെയ്താൽ മാത്രം പോലെ നടപ്പിലാക്കണം. അതും നല്ലൊരു പേഴ്സണൽ പോളിസിയുടെ കാര്യമാണ്. അപ്പൊ പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? train everyone for the job to be done, put the right man in the right place, supply right tools and right working conditions, make the organization coordinate team through proper coordinate and administration of various departments or divisions, provide security with the opportunity, incentive and recognition, and last one, look ahead, plan ahead for more and better things. Clear ആയോ? ഈ പ്രിൻസിപ്പിൾസിലെ ആദ്യത്തെ മൂന്നെണ്ണം മാത്രം ഒന്ന് തെറ്റി. ആദ്യത്തെ മൂന്നെണ്ണം മാത്രം, ബാധ്യത വേണ്ട. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? അടുത്ത ഒരു പോയിന്റ് കൂടി ഹെഡ് കൂടി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മുടെ സമയം കുറച്ച് വെറുതെ പോയി. അപ്പൊ ഒരിക്കൽ കൂടി സോറി ട്ടാ, ഞാൻ എന്റെ ഭാഗത്ത് ഇത് വന്നതുകൊണ്ട്. ഓക്കെ. എനിക്കിത് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ മനസ്സിൽ കിടക്കും, എന്നാലും എന്താ പറ്റിപ്പോയേ എന്നുള്ളത്. സോ ഓക്കെ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം ഇനി മാറില്ല കേട്ടോ. പെട്ടെന്ന് പോണില്ല അത്, പക്ഷെ ഓർത്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. Okay.